You know, Sangar sir, he always come with something great, and it's lucky for me to work with him. They're saying, Master, your sequence is the best in the film. There was one sequence we did. എനിക്ക് ഇവൻ്റെ ക്യാരക്ടറിൻ്റെ ഇമോഷന് കേട്ടിട്ട് സഹിക്കാൻ പറ്റുള്ളൂ മാസ്റ്റർ പറഞ്ഞു. അപ്പം മാസ്റ്റർക്ക് അത് വളരെ പേഴ്സണലി കണക്റ്റ് ആയി എന്ന് പറഞ്ഞിടത്താണ് ഇതിൻ്റെ ഒരു പ്ലോട്ട് ട്വിസ്റ്റ്. നാഷിക്കയുടെയും ഫസ്റ്റ് പടം, നമ്മുടെയും ഫസ്റ്റ് പടം. അപ്പോൾ നമ്മുടെ വീട്ടുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ പടം കാണാൻ. അതുകൊണ്ട് വേറെ ഏതെങ്കിലും ആക്ടേഴ്സിനെ നോക്കണമാണ് നല്ലത്. Was a stuntman also. I did from Hitler, the movie Hitler for Mammootty sir. Hitler film. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. அது ரொம்ப கொஞ்சம் கஷ்டமா லென்த்தியா இருக்கு. ചന്തുവിനെ തോൽപ്പിക്കാൻ ആവണേ മക്കളെ. ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. ஒரு ட்ரை சொல்லி இவ்வளோ ஃபாஸ்ட்டாக சொன்னா நான் எங்கே ட்ரை பண்ணுறது? വിഷ്ണുവിനെ പോലെ ഒരാളിനെ നായകനാക്കുന്ന ഒരു സങ്കല്പം ഉണ്ടായിരുന്നില്ല ഒരു കാലഘട്ടം വരെ. ഇപ്പോൾ വിഷ്ണു എഴുതുന്ന സിനിമയെ പോലും വിഷ്ണു നായകനാക്കിയത് വിഷ്ണുവിനെ ആയിരുന്നില്ല. ഇല്ലെങ്കിൽ അത് കമേഴ്സ്യലി സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളത് മാറ്റിവെച്ചു. അപ്പോൾ ആദ്യത്തെ സിനിമ മുതൽ നമ്മൾ മനസ്സിൽ കാണുന്നുണ്ട്. ഇപ്പോൾ അന്തോണിയിൽ കാണുന്നുണ്ട്, അടുത്ത സിനിമ എഴുതുന്ന സമയത്തും കാണുന്നുണ്ട്. ഇപ്പോൾ ഒടുവിൽ ഞാൻ കണ്ടത് വെടിക്കെട്ടാണ്. പക്ഷേ വെടിക്കെട്ടിലെത്തിയപ്പോഴത്തേക്ക് കോൺഫിഡൻസ് കിട്ടി. അപ്പോൾ ഇപ്പോൾ കോൺഫിഡൻസ് കൂടുന്നുണ്ട്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിക്കില്ലായിരുന്നു. ഇപ്പോൾ സിനിമ മാറുന്നത് കൊണ്ടാണോ ഇങ്ങനെ ചിന്തിക്കുന്നത്? അതേ നമുക്ക് എഴുതി മാറ്റാനുള്ള മിടുക്കുണ്ട് എന്ന് കരുതിയിട്ടാണോ? അല്ല, നമ്മളങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ സിനിമ അങ്ങനെ മാറിയതല്ലേ? അങ്ങനെ ഈ പറഞ്ഞ പോലെ അന്നേരം അറിയില്ലായിരുന്നു. ഞാൻ പേഴ്സണലി പറയാറുണ്ട്, എന്നോട് കട്ടപ്പനയുടെ റിലീസിന് ശേഷം പടം വലിയ സക്സസ് ആയതിനു ശേഷമുള്ള ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പലരും എന്നോട് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നായകനാവും? അപ്പൊ അങ്ങനത്തെ ചോദ്യം കേട്ടപ്പോഴാണ് എനിക്ക് അത്ര മോശമാണോന്ന് ഞാൻ ആദ്യമായിട്ട് അപ്പോഴാണ് ചിന്തിക്കും. അപ്പൊ അതുവരെ നമുക്കങ്ങനെ ഒരു ചിന്ത നമ്മളുടെ ചുറ്റുമുള്ളവർ നമുക്ക് അങ്ങനെ ഒരു ഫീഡ് തന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. ഓ, അതൊരു കോൺഫിഡൻസും ആയിരുന്നു. അതെ, അത് ആദ്യത്തെ പടത്തില് നിങ്ങളും മൂന്നുപേര്, വിപിനും വിഷ്ണുവും മൂന്നുപേരും കൂടെയാണ് പ്ലാൻ ചെയ്തത്. പിന്നീട് മാറ്റിയതാണ്. പിന്നീട് അതങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അവിടെ ഇരിക്കണുള്ളൂ, നടക്കണില്ലല്ലോ. അപ്പൊ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഷാജോൻ ചേട്ടൻ ഇങ്ങനെ ആവശ്യമൊക്കെ അടുത്ത് സജസ്റ്റ് ചെയ്ത് അങ്ങനെ ആവശ്യമൊക്കെ കേട്ട് ചെയ്യാന്ന് പറഞ്ഞെടുത്താണ് അത് ഓണാവുന്നത്. അപ്പോഴും അപ്പം ഞങ്ങൾക്ക് 2 വർഷം കയ്യിൽ ചുമ്മാ ഇരുന്നതുകൊണ്ട് വേറെ ഏതെങ്കിലും ആക്ടർ ഇല്ലാതെ നടക്കില്ല എന്ന് നമുക്കറിയായിരുന്നു. അപ്പോൾ ഒരാളെങ്കിലും മെയിൻ ആക്ടറെ വെച്ചിട്ട് നമുക്ക് നോക്കാന്നുള്ളതൊക്കെ ആയിരുന്നു ഞങ്ങൾ മനസ്സിൽ. പിന്നെ ആദർശിക്ക നമ്മളോട് ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞു. നാഷിക്കയുടെയും ഫസ്റ്റ് പടം, നമ്മുടെയും ഫസ്റ്റ് പടം. അപ്പം നമ്മുടെ വീട്ടുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ പടം കാണാൻ. അതുകൊണ്ട് വേറെ ഏതെങ്കിലും ആക്ടേഴ്സിനെ നോക്കണമാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അറിയാം, കാരണം നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞു അത്രയും സമയം എടുത്തുകൊണ്ട്. ഉറപ്പായിട്ട് നമുക്ക് വേറെ ആരെങ്കിലും ഒക്കെ നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ അടുത്തൊക്കെ പോയി കഥ പറഞ്ഞത്. അവരൊക്കെ കേട്ടപാടെ ഓക്കെ, കാരണം ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ടാണ് പോകുന്നത്, ചെല്ലുന്നത്. പാട്ട് വരെ അതിനകത്ത് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ കട്ടപ്പന പിന്നെ മാറി ചിന്തിച്ചു. ഇത് വിജയിച്ചു കഴിഞ്ഞപ്പോഴാണ് കട്ടപ്പന ഇതിന്റെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എഴുതി തീർത്തതായിരുന്നു. ഈ അമറപ്പുറന്തോണി ഇറങ്ങി കഴിഞ്ഞ് വൻ ഹിറ്റായി കഴിഞ്ഞപ്പോൾ പിന്നെ കട്ടപ്പന ചെയ്യാൻ ധൈര്യം കുറഞ്ഞു. അപ്പൊ വേറെ ഒരു ആക്ടറെ വെച്ചാലോ എന്നായി. കാരണം നമ്മൾ വേറെ ആക്ടറെ വെച്ചപ്പോൾ ഭയങ്കര ഹിറ്റായല്ലോ. അത് പക്ഷെ അന്നേരം ഇങ്ങനെ വേറെ ചില പ്രശ്നങ്ങളുണ്ട്. അത് ആക്ടറെ അടുത്ത് വായിച്ച് കേൾപ്പിച്ചു സ്ക്രിപ്റ്റ്. പക്ഷെ അതിങ്ങനെ നടക്കാണ്ട് ഇങ്ങനെ വേറെ ചില തടസ്സങ്ങൾ വന്നപ്പോഴാണ് പെട്ടെന്ന് നാദർഷിക്ക് അടുത്ത് തന്നെ വീണ്ടും ഇത് കറങ്ങി തിരിഞ്ഞ്. അപ്പം നാഷിക്ക് ഇത് കേട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കും. അപ്പോൾ നൗഫൽക്ക് പറഞ്ഞ് നാദിർഷാണ് ചെയ്യാനാണെങ്കിൽ അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. നാഷിക വന്നോ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത. വെടിക്കെട്ട് പക്ഷേ സ്ട്രൈറ്റ് അപ്രോച്ച് തന്നെയായിരുന്നു. അങ്ങനെ തന്നെ പോയാൽ മതി എന്ന് തീരുമാനിച്ചിരിക്കുക. ഞങ്ങൾ അഭിനയിക്കേണ്ടെന്ന് ആദ്യം ഉണ്ടായിരുന്നു. എല്ലാം പുതിയ ആൾക്കാരെ വെക്കാന്നൊക്കെ ഒരു ഐഡിയ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് തന്നെ അഭിനയിക്കാനും തീരുമാനിച്ചു. പക്ഷെ അത് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു വെടിക്കെട്ടില്. അങ്ങനെ പിടിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് എനിക്ക് ആ ക്യാരക്ടർ കണ്ടപ്പോൾ തോന്നിയത്. അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഗ്രൂപ്പിനെ കിട്ടുന്നതും ഒരു ഭാഗ്യമാണല്ലോ വിഷ്ണു. അപ്പം ഇത് പിച്ച് ചെയ്യുമ്പോഴും ഇടിയൻ ചന്തുവില് എത്തുമ്പോഴും കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് കൂടിയതിന്റെ ഒരു സാധനം നമുക്ക് കിട്ടുമായിരിക്കും അല്ലേ? സിനിമയിൽ ടോട്ടൽ പ്രതിഫലിക്കും തീർച്ചയായിട്ടും. നമ്മളെപ്പോഴും ഈ പറഞ്ഞ ധൈര്യമാണെങ്കിലും ഇതൊക്കെ കൂടുകയാണല്ലോ ചെയ്യുക. അതെ അതെ. അതിപ്പോ നമ്മളെന്ത് ഇപ്പൊ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് കുഴപ്പങ്ങളാണെങ്കിലും ശരി,
നല്ല കാര്യമാണെങ്കിലും ശരി നമ്മൾ അതിൽ നിന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസവും. എക്സ്പീരിയൻസ് കൂടി വരികയാണ്. അതെ. പീറ്റർ ഹെയ്നാണ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഇത്രയും വലുതായിട്ട് സംസാരിക്കുന്നത്. വിഷ്ണു, സന്തോഷമല്ലേ കേൾക്കുമ്പോൾ? പിന്നെ തീർച്ചയായിട്ടും ഈ തരത്തിൽ ഇടിപ്പടം മാത്രമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇതിന്റെ പറയാൻ പറ്റുന്ന ഒരു രൂപത്തിലൊന്ന് പറയൂ, എന്താണ് പടം? അതായത് അതിൻ്റെ ഒരു കോറ് ഞാൻ പറയാം. അച്ഛനമ്മയെ തല്ലുന്നത് കണ്ട് വളർന്ന ഒരു പയ്യനാണ് ചന്തു. ഇടിയൻ ചന്ദ്രൻ എന്നാണ് അച്ഛൻ്റെ പേര്. ഇടിയൻ ചന്ദ്രന്റെ മകൻ വളർന്നു വലുതാവുമ്പോൾ ഇടിയൻ ചന്തു ആവും എന്നൊരു അമ്മൂമ്മ പറയണ ഒരു സീനുണ്ട്. അപ്പൊ ഈ ഇടിയൻ ചന്തു എന്ന് പറഞ്ഞാൽ ഇവൻ അച്ഛനെ പോലെ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരാളാണ്, അങ്ങനെയല്ല. ഇതാണ് ഇതിന്റെ ഒരു കോറ്. ഈ അമ്മയെ തല്ലുന്നത് കണ്ട് വളർന്നൊരു പയ്യന് ഉണ്ടാവുന്ന ഒരു ട്രോമ ഉണ്ടല്ലോ, അത് ക്യാരി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഈ ചന്തു. അച്ഛൻ മരിച്ചു പോയി കഴിയുമ്പോൾ ഉണ്ടാവണ ഒരു വീട്ടിലുണ്ടാവണ ഒരു ശൂന്യതയും അതിൽ നിന്ന് പിന്നീട് അമ്മയും മകനും മാത്രമായിട്ടുള്ള ആ ജീവിതവും അത് ഇവരെ കൊണ്ടെത്തിക്കുന്ന ഇവന്റെ സ്കൂൾ ലൈഫും അതൊക്കെയാണ് പോകുന്നത്. സ്കൂളിൽ വെച്ച് ചില ഇൻസിഡന്റ് ഉണ്ടാവുന്നതും ഒക്കെയാണ് ഒരു പരിപാടി. പക്ഷെ ഇടി മെയിൻ ആയിട്ട് ഉണ്ടാവും. ഇടി മെയിൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പേരിട്ടല്ലേ ഇടി. ഇപ്പൊ ശ്രീജിത്തിന്റെ മാർഗംകളിയും കുട്ടനാടൻ മാർപ്പാപ്പിയിലൊക്കെ നിങ്ങൾ കുറച്ചു കാലമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പടത്തിലേക്ക് എത്തിയത് എന്ത് സാഹചര്യത്തിൽ എങ്ങനെ എത്തിയത്? ഇതൊരു വലിയ ടീമായിട്ട് മാറുകയാണല്ലോ. ഇപ്പൊ പീറ്റർ ഹെയ്ൻ ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇത് വലിയ പടമായി കഴിഞ്ഞു. അപ്പൊ അതെങ്ങനെയാ അത്രയും വലിയ രീതിയിൽ തന്നെ കൺസീവ് ചെയ്യണമെന്ന് തോന്നിയത്? അല്ല, എനിക്ക് പ്രൊഡ്യൂസറും കൂടെയാണല്ലേ? അതും പുതിയൊരു കാര്യമാണ്. അല്ല, എനിക്ക് സാധാരണ എനിക്കൊരു ഇമേജ് ഉണ്ടല്ലോ ആളുകളുടെ മനസ്സിലുള്ള ഒരു ഇത് വെച്ചിട്ട് എൻ്റെ അടുത്ത് വരുന്ന കഥകൾക്കൊരു പൊതു സ്വഭാവം ഉണ്ടാവാറുണ്ട്. മിക്ക കഥകൾക്കും, എല്ലാം എന്നല്ല ഞാൻ പറയണ, മിക്ക കഥകൾക്കും അങ്ങനെ ഒരു പൊതു സ്വഭാവമുണ്ട്. അതിൽ നിന്ന് വളരെ മാറി നിൽക്കുന്ന ഒരു കഥയാണ് ശ്രീതേട്ടൻ വന്നിട്ട് എന്നോട് അതിൻ്റെ ഒരു ഐഡിയ പറയുന്നത്. അപ്പോൾ അതെനിക്ക് എനിക്കും അങ്ങനെ ഒരു ഇത് ട്രൈ ചെയ്താൽ കൊള്ളാമെന്ന് ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഇതിൻ്റെ തുടക്കം. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഞങ്ങൾ ഡിസ്കസ് ചെയ്താണ് മുന്നോട്ട് പോയിട്ടുള്ളതും. ഇതിൻ്റെ ഒരു ഫൈനൽ ഇതായി കഴിഞ്ഞപ്പോഴേക്കുമാണ് നമ്മൾ മാസ്റ്ററൊക്കെ ആലോചിക്കുന്നത്. മാസ്റ്ററോട് സംസാരിച്ചപ്പോൾ മാസ്റ്റർ ആലോചിക്കുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാ ആലോചനയിലേക്ക് ഇതിൽ ഇടിക്ക് അത്രയും പ്രാധാന്യമുള്ളതുകൊണ്ടും നമ്മൾ ഇതുവരെ പുതിയതായിട്ടൊരു സാധനം പ്ലാൻ ചെയ്യണമെന്ന് വെച്ചിട്ട് ക്ലൈമാക്സ് ഫൈറ്റിനെ കുറിച്ച് ഞങ്ങളൊരു ഐഡിയ വന്നപ്പോഴാണ് അതൊരു വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു കൊറിയോഗ്രാഫർ ചെയ്താലായിരിക്കും നന്നാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് ഐഡിയാസ് ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ടാണ് മാസ്റ്റർ നമ്മൾ വിളിക്കുന്നത്. മാസ്റ്റർ പക്ഷെ അതൊക്കെ അവിടെ കിട്ടെ, എനിക്ക് ഇവന്റെ ക്യാരക്ടറിന്റെ ഇമോഷന് കേട്ടിട്ട് സഹിക്കാൻ പറ്റുള്ളൂ മാസ്റ്റർ പറഞ്ഞു. മാസ്റ്റർക്ക് അത് വളരെ പേഴ്സണലി കണക്ട് ആയി എന്ന് പറഞ്ഞെടുത്താണ് ഇതിന്റെ ഒരു പ്ലോട്ട് ട്വിസ്റ്റ്. മാസ്റ്റർ പിന്നെ അത് ഏറ്റെടുക്കുകയാണ്. അപ്പൊ നമ്മള് കൺസീവ് ചെയ്ത കാര്യങ്ങൾ മാസ്റ്ററോട് പറയുമ്പോൾ മാസ്റ്ററുടേതായിട്ടുള്ള ഒരുപാട് ഇൻപുട്സ് തന്ന് ഈ ക്ലൈമാക്സ് ഫൈറ്റിനെ വേറൊരു ഇതിലേക്കാണ് മാസ്റ്റർ കൺസീവ് ചെയ്തതും കൂടി ഷെയർ ചെയ്തത്. അങ്ങനെ ഒരു മിക്സ്ചറായിട്ട് മാസ്റ്റർ നന്നായിട്ട് പണിയെടുപ്പിച്ചോ വിഷ്ണുവിനെ കൊണ്ട്? വിഷ്ണു, I really appreciate Vishnu because one thing, I like the director. He has explained me wonderfully. You can't believe, because imagine how much I'm expressing myself about this film. It is because of director is the way how he narrated me. But after joining the film and I'm seeing Vishnu one way of I've observed him. I observe Vishnu, which is where do success comes. That is, it is not only your hard work, but your common sense. What is right and what is wrong. What is the purpose of, if I want to come and catch this guy, what should be my purpose? Which is, I always have that kind of composition. நான் விஷ்ணு நான் அப்சர்வ் பண்ணது எனக்கு ரொம்ப பிடிச்சிருக்குன்னா ஹார்ட் ஒர்க்கிங், விச் இஸ் நம்ம கீழே விழுந்தா கை வைக்கக்கூடாது. கை வச்சுச்சுன்னா யார் வேணா விழுவாங்க. அது ஒரிஜினலாக கீழே விழணும். அப்போ அடிக்க போகும்போது எனக்கு ரொம்ப அகெயின்ஸ்ட். அடிக்க போகும்போது நல்லா அடிக்கணும், பட் உடம்பு ஓரளவுக்கு. பட் வி யூஸ் டு சேல நோ பெயின் நோ கெயின். அந்த மாதிரி ஒரு 20 பேர் விஷ்ணு போட்டு அடிச்சாங்கன்னு நினச்சிங்க, அந்த ஃபைட்டர்ஸில் நான் எப்படி சத்தம் போடுவேன் இந்த மாதிரி. பட் விஷ்ணு
he's getting like all the he does all நீங்க படம் பார்த்தா உங்களுக்கு தெரியும். But I will only tell what have I observed. நான் விஷ்ணு கிட்ட இருந்து என்ன அப்சர்வ் பண்ணேன், எனக்கு ஒரு சந்தோஷம். ஏன்னா சில பேர் கதை நல்லா சொல்லுவாங்க, சில பேர் கதை ரொம்ப நல்லா இருக்கும், ஆனா அந்த அந்த டெலிவரி பண்றதுக்கு கொடுக்கறதுக்கு ரொம்ப முக்கியமான விஷயம் அதுல ஒரு இன்வால்வ்மெண்ட் வேணும். ஸோ ஹவு மச் எவர் டைரக்டர் ஒரு நல்ல கதைன்னா ஒரு ஹீரோட இன்வால்வ்மெண்ட் இருந்தால் டைரக்டர் என்ன சொல்கிறாரோ அது വെളിപ്പടി വരും. രജനി സാർ പേഴ്സണലി താങ്കളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. കാരണം സിനിമയിൽ അച്ഛൻ തമിഴിയനായിരുന്നു, അമ്മ വിയറ്റ്നാം അല്ലേ? അപ്പോൾ സിനിമയിൽ സ്റ്റണ്ട് അസിസ്റ്റന്റ് ആയിരുന്നു അച്ഛൻ എന്നാണ് ഞാൻ വിക്കിപീഡിയയിൽ വായിച്ചത്. അപ്പോൾ രജനി സാറ് ശരിക്കും പേഴ്സണലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ഈ സിനിമയിൽ നിൽക്കാൻ വേണ്ടിയിട്ടും? Well, actually, Rajini sir, he helped me in personal because of my 2 children. Actually, you're talking about because Rajini sir helped me in person is only for my 2 children's educations. Oh. So in Batman Sastri, it's a good school in Chennai. So my son supposed to, I wish my son to study there. Like, they said that you need an influence. You need, one is parents to be graduated, highly degrees graduated. If not means like, but at that time I'm working Padayappa. So at that time, Rajini sir's family is that school's principal. So with that purpose only, I asked Rajini sir for help, and because of him, my children are studying, and today they are well. And then for my daughter also, Rajini sir also helped it for my daughter, same school. And apart from that, Rajini sir also helped me in this pandemic time. Like, we have lots of problems. So from Rajini sir's fund, there are many stuntmen and, ordinary people, they are suffering without fund, without money and all these things. So I did my best. So whatever I have to do, I did. And apart from that also, Rajini sir also funded like in his behalf into my side for my surrounding people. So Rajini sir has very much connection, not only in cinema, but in personal life. There is so much relevance which Rajini sir and Madam only Rajini sir, so Madam only supported me in my things. And not only that, there are lots of connection personal, and I've learned so much from him. Say something about Indian 2. Indian 2, there is so much because I love Indian 1. And it is about the society, it's about the politics, it's about all this things. Same thing like how this film, it is connected to our personal life. Like that can Indian 2 also, it is very connected to reality and those bribes, even though it's a commercial. But Sangha sir, he always come with something great, and it's lucky for me to work with him. So Indian 2 is something like our editor and the assistant directors, they're saying, Master, your sequence is the best in the film. There was one sequence we did, and it is it's a big sequence. And with Kamal sir, like even Sangha sir was busy working in a scene that side. I'm working in another unit, Sangha sir, because we need films to be released. So we are working that. Indian 2 is there's a lot of experience also for me, and I'm also happy. Like work with Kamal sir, and the movie itself, it was a big hit, the first one. And when you get a chance to do a second one as an action director, so that film, we did a big chase actually, which is on the horse, on the bike, same thing, public, children's, the whole area of everyone support Kamal sir. So that sequence, I'm luckily to have that sequence. I did that sequence. And there are many every action sequence, like Sangha sir, he will come out with a big concept. So that is Indian 2. I'm also waiting so much
to see how the film goes on. That's all. മലയാളം കേട്ടാൽ മനസ്സിലാവും ഇല്ലേ സാറേ? Ah, മലയാളം കേട്ടാൽ മനസ്സിലാവും. ഈ അറിയാം. ഇവിടെ വന്നിട്ട് മലയാളം പഠിച്ചോ? മലയാളത്തിൽ എന്തെങ്കിലും പറയാൻ പഠിച്ചോ? but I don't have much. Actually, when you speak something very locally, like, because generally Malayalam is like how Tamil little mix and match. I മലയാളം വേർഡ്സ് ഏതെങ്കിലും ഒക്കെ പറയാൻ പറ്റുമോ? No, if you ask that particularly, no. We are very locally, which we understand certain words, because like sometimes when we talk with the dumb and deaf, they sign and their language, and that's like that only. So let's speak the truth. I understand, because most of I've been doing with Malayalam film also when I was a stuntman also. I did from Hitler, that movie Hitler for Mammootty sir. Hitler film. Siddiq Lal sir. And, so I was keep on, so I understand, and sometimes we see films, so we understand a little bit, but you cannot expect me to understand as a professional. Not only that, I don't know what is my mother tongue language also. Because I live in India and I speak little Tamil, little English, little Telugu, and all little, and that is how മാസ്റ്റർ I survived. അസിസ്റ്റൻസ് എല്ലാം തെലുഗു ആയിരുന്നു. അതെ അതെ അതെ. തെലുഗു ആയിരുന്നു അസിസ്റ്റൻസ്. അതുകൊണ്ട് മാസ്റ്റർ കൂടുതൽ തെലുങ്കിലാണ് ചീത്ത വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ലാലേട്ടന് വേണ്ടിയിട്ട് നീ പോ മോനെ ദിനേശ എന്ന് പറയാൻ പറ്റുമോ? നീ പോ മോനെ ദിനേശ. ലാലേട്ടൻ പറയുന്ന ഭയങ്കര കയ്യടി നേടുന്ന ഒരു സെന്റൻസ് ആയിരുന്നു സിനിമയിൽ. നീ പോ മോനെ ദിനേശ, അത് പറയാൻ പറ്റുമോ? നീ പോ മോനെ ദിനേശ. നീ പോ മോനെ ദിനേശ. നീ പോ മോനെ ദിനേശ. കുറച്ചുകൂടെ ഒരു ഇതായിട്ട് നീ പോ മോനെ ദിനേശ എന്ന് പറഞ്ഞു. നീ പോ മോനെ ദിനേശ മതി. മോഹൻലാൽ ഫാൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ല, നമ്മുടെ സിനിമയായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോ മമ്മൂക്കയുടെ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട്, ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. നമ്മുടെ ഇടിയൻ ചന്തു മമ്മൂക്കയുടെ ഡയലോഗ്, ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. അത് ரொம்ப கொஞ்சம் கஷ்டமா லென்த்தியா இருக்கு. ചന്തുനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. ചന്തുവിനെ തോൽപ്പിക്കാൻ ആവനെ മക്കളെ. ഒരിക്കൽ കൂടെ ട്രൈ ചെയ്യാം. ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. ചന്തുനെ തോൽപ്പിക്കാൻ ആവനെ മക്കളെ. മക്കളെ ആവില്ല. ഒരിക്കൽ കൂടെ ട്രൈ ചെയ്യാം. ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. ഒരു ട്രൈ சொல்லி இவ்வளவு ஃபாஸ்டா சொன்னா நான் எங்க ட்ரை பண்றது? ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. ചന്തുനെ തോൽപ്പിക്കാൻ ആവനെ മക്കളെ. മക്കളെ മീൻസ് people. ആവില്ല. യു കാൻ ബീറ്റ് ചന്തു. ഓക്കേ. ചന്തുവിനെ തോൽപ്പിക്കാൻ that is തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. ചന്തുനെ തോൽപ്പിക്കാനോ അത് ഓർത്താ മതി. ചന്തുനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. ചന്തുനെ തോൽപ്പിക്കാൻ ആവനെ മക്കളെ. അത് ഒരു if I understand the meaning, no, then I can follow the tune. அது மீனிங் தெரியலன்னா அது തോൽപ്പിക്കാൻ മീൻസ് ചന്ദனை வந்து அடிக்க முடியாது மக்களே. അതെ. ചന്തു வந்து உங்களால அடிக்க முடியாது மக்களே. அதான் ചന്ദനെ ആവിക്കാൻ ചന്ദനെ തോൽപ്പിക്കാൻ ചന്ദനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. അത് അടിപൊളി. അപ്പോൾ ഈ ഇടിയൻ ചന്തു വിജയിക്കട്ടെ. സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെയേറെ നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്.